നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ കാരകത്വമാണ്. 9 ഗ്രഹങ്ങൾ ആണെന്നുള്ളതറിയാം. ആദിത്യൻ, സോമൻ, അംഗാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനി. ഉള്ള ബാക്കി എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരുടെ ഇടയിലുള്ള രാഹുകേതുക്കളും. ഇങ്ങനെ നമുക്ക് 5ഉം 2 7ഉം 2 9 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയും അതിൻ്റെ ഓർഡറിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മൾ മുന്നേ പഠിച്ച എപ്പിസോഡുകളിൽ, മുന്നേ പറഞ്ഞ ക്ലാസ്സുകളിൽ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം കൃത്യമായിട്ട് കേട്ടിട്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് വരാവൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സൗരയൂഥത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന സൂര്യൻ ഒരു വ്യക്തി ജീവിതത്തിൽ നൽകുന്ന സൂചനകൾ എന്താണ് എന്നുള്ളത് അസ്ട്രോളജിയിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മധുപിംഗളാദൃക് ചതുരസ്രതനു പിതൃപ്രകൃതി സവിത അൽപഗജ. വരാഹമിഹിരാചാര്യൻ്റെ ഹോരയിലെ 2-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അല്പം മുടിയോടുകൂടിയിരിക്കുന്ന സവിതാവിനെ കുറിച്ച്, അതായത് സൂര്യനെക്കുറിച്ച് പറയുന്നത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ശ്ലോകം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്. പ്രധാനമായും നമ്മൾ സൂര്യനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്താണെന്ന് വെച്ചാൽ, സൗരയൂഥത്തിൻ്റെ മധ്യബിന്ദുവായി നിൽക്കുന്ന സൂര്യനെ ചുറ്റിക്കൊണ്ട് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ഓർബിറ്റിൽ ഇങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രത്യേക കാലയളവിൽ പ്രത്യേക സ്പീഡുകളിൽ ഇങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തരുന്ന സൂചനയെ ആസ്പദമാക്കിയിട്ട് മനുഷ്യ ജീവിതത്തിൽ എന്ത് തരും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സർവ്വതിൻ്റെയും സാക്ഷിയായിരിക്കുന്ന, സവിതാവായിരിക്കുന്ന, ആത്മാവായി നിലകൊള്ളുന്ന സൂര്യൻ ആത്മകാരകനാണ്. 1-ാമത്തെ കാരകത്വം. സൂര്യനെ ചിന്തിക്കുന്നത് ആത്മാവിനെ, ആത്മകാരകനെ, ജീവൻ നിലനിർത്തുന്നതിൻ്റെ കാരണം ആരോ? അവൻ സവിതാവ്, അവൻ സൂര്യൻ. 1-ാമത്തേത്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ച് നിർത്തി, തൻ്റെ ഗുരുത്വാകർഷണം കൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ച് നിർത്തിയിട്ട് അവരെ ഒരു പ്രത്യേക രീതിയിൽ വലം വയ്ക്കാൻ കഴിവ് കൊടുക്കുന്നതുമായിട്ടുള്ള സൂര്യൻ മധ്യബിന്ദുവാണ്. ഈ ഗ്രഹങ്ങളുടെ മധ്യബിന്ദുവായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൻറ്റർ ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സൂചന നൽകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത നമ്മുടെ ഫോക്കൽ പോയിൻ്റ്, മനസ്സിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്താണെന്നറിയില്ലേ? അതാണ് ഈഗോ. ഈഗോയുടെ സൂചന നൽകുന്നത് സൂര്യനാണ്. സൂര്യൻ വിലപ്പെട്ട ഒരാൾക്ക് വളരെ ഈഗോയിസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ്ലിയാണ് പറയുന്നത്. നെഗറ്റീവ് ഷെയ്ഡ്സ് നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ സൂര്യൻ്റെ ബലക്കുറവ് കൊണ്ടുണ്ടാവുന്ന ഷാഡോ സൈഡ്സ് നമുക്ക് പിന്നീട് പറയാം. ഒരാളുടെ ഈഗോ, നമ്മുടെ എല്ലാവരുടെയും ഈഗോ സാറ്റിസ്ഫാക്ഷനാണ് മെയിൻ, എല്ലാ മനുഷ്യൻ്റെയും. നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്, ഞാൻ എന്നുള്ള ബോധമാണ്. ആ ബോധത്തിന് കാരണമായിരിക്കുന്ന ആത്മാവ്, ആ ബോധം എല്ലാം സൂര്യനാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ബലപ്പെടുന്ന ആളുകളുടെ ചിന്തകൾ തീർത്തും ഏകപക്ഷീയമായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ്റെ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്രാപ്പിംഗ്, നമ്മൾ ശരിക്കും അപകർഷതാബോധമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആത്മബലം കുറഞ്ഞു പോകും. ആത്മബലം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നേറാനുള്ള കഴിവുകൾ നമ്മൾക്ക് കുറഞ്ഞു തുടങ്ങും. നമ്മുടെ ബർത്ത് ചാർട്ടിൽ സൂര്യൻ നിൽക്കുന്ന രാശി, സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം, സൂര്യൻ നിൽക്കുന്ന ഭാവം, സൂര്യൻ പോയി അംശിച്ച രാശി, അംശിച്ച രാശിയുടെ അധിപൻ, ഇതെല്ലാം സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നത്, സൂര്യനുമായി യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് നമുക്ക് സൂര്യൻ്റെ, നമ്മുടെ ഈഗോ എന്താണെന്നുള്ളത് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് നമ്മുടെ ഹൊറോസ്കോപ്പ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബർത്ത്, ഡെത്ത്, ഇതിനിടയിലുള്ള ഒരു ടൈമാണ്. ബർത്തും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അറിഞ്ഞതാണ്. അതേപോലെ ഡെത്തും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. മരണം നമുക്ക് ഉറപ്പാണ്. ഇതിനിടയിലുള്ള ജീവിതമാണ് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്.
നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നത് എപ്പോഴും നമ്മുടെ ഒരു പരിധിവരെ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷനാണ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ അസംഷൻസ്, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈ ആകുന്നു അതിനനുസരിച്ച് നമ്മൾ സന്തോഷവാന്മാരാവും, അല്ലെ സന്തോഷവതികളാവും. അത് ഒരു പരിധിവരെ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഒരു വ്യക്തിയുടെ ഞാൻ എന്ന ബോധം എത്രത്തോളം പ്യുവറാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ സൂര്യൻ്റെ ബലത്തെ മനസ്സിലാക്കണം. സൂര്യനേറ്റിട്ടുള്ള ക്ഷതങ്ങൾ, സൂര്യനെ സ്വാധീനിച്ചിട്ടുള്ള, അയാളുടെ ജാതകത്തിൽ സൂര്യനെ സ്വാധീനിച്ചിട്ടുള്ള ക്ഷതങ്ങൾ, ഇതെല്ലാം അയാളുടെ ഈഗോയുടെ മോശാവസ്ഥയെയും അയാളുടെ സൂര്യൻ സ്വാധീനിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ ഈഗോ കൊണ്ട് അയാൾ ലൈഫ് കോൺഷ്യസ് എത്രത്തോളം പ്യുവർ ആണെന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, മഹാദേവനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, രാജാവിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, നമ്മുടെ ഉള്ളിലെ ഫാദർ പേഴ്സണാലിറ്റിയെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, നമ്മുടെ ഉള്ളിലെ രാജകീയമായിട്ടുള്ള നേച്ചറിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, നമ്മുടെ ഉള്ളിലെ റോയൽ ക്യാരക്ടറിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, പ്രാണനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, അസ്ഥികളെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, നമ്മുടെ ദന്തനിര, മുകളിലത്തെ ദന്തനിരയെ സൂചിപ്പിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അതുപോലെ തന്നെ വെളിച്ചം, അതേപോലെ തന്നെ നമ്മുടെ കാഴ്ച ശക്തി, അതേപോലെ സ്പൈനൽ കോഡ്സ്, എല്ലുകൾ, നമ്മുടെ നട്ടെല്ല് ഒക്കെ, ഇതെല്ലാം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. ഈ സൂര്യൻ ബലപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവരെപ്പോഴും തല പൊക്കി പിടിച്ചായിരിക്കും നിൽക്കുന്നത്. തല എപ്പോഴും ഉയർത്തി ഒരു നിൽക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാകും. എപ്പോഴും തല ഇങ്ങനെ ഉയർത്തി, ഒരാൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഡോമിനേറ്റായി തല ഇങ്ങനെ ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സൂര്യൻ നന്നായിട്ട് ബലപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓരോ ഗ്രഹങ്ങൾ ബലപ്പെട്ടാലും ഒരു പ്രത്യേക സ്വഭാവം ഇവരുടെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. കോൺഫിഡൻസ്, നല്ല വ്യക്തിത്വം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, സ്വന്തം ഇഷ്ടം നടപ്പാക്കൽ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് കൃത്യമായി സമയം കാത്തിരുന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യാനുള്ള കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർ, ഇതെല്ലാം സൂര്യൻ്റെ ബലത്തെ ആശ്രയിച്ചിരിക്കും. ഒരാളുടെ ലോയലിറ്റി, റോയലിറ്റി, രാജകീയ സ്വഭാവങ്ങൾ, കമാൻഡിങ് പവർ, ഒരു വിഷയം തീരുമാനം എടുത്താൽ അത് നടത്തിയെടുക്കാനുള്ള കമാൻഡിങ് പവർ, മറ്റുള്ളവരോട് കാരുണ്യം തോന്നുന്നത്, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നത്, മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ തോന്നുന്നത്, പോംപോസിറ്റി, ഗർവുണ്ടാവും സൂര്യൻ ബലപ്പെട്ട ഒരാൾക്ക്. ഒരു കുറച്ചും ഒരു നെഞ്ചൊക്കെ വിരിച്ച് കുറച്ചൊരു ഗർവോടുകൂടി പെരുമാറും. അതുപോലെ ലോഹങ്ങളിൽ കോപ്പർ, ചെമ്പാണ് സൂര്യൻ്റെ ലോഹം. കിഴക്കേ ദിക്കാണ് സൂര്യൻ്റെ ദിക്ക്. അതൊക്കെ നമുക്ക് ഫലം പറയുമ്പോൾ ദിക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സൂര്യനാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാം. കിഴക്കേ ദിക്കാണ് സൂര്യൻ്റെ ദിക്ക്, കോപ്പറാണ് സൂര്യൻ്റെ ലോഹം. ഡോക്ടർമാർ, അതേപോലെ തന്നെ സൂപ്രണ്ടുകൾ, അതേപോലെ ഓരോന്നിൻ്റെ ഉയർന്ന തലപ്പത്തിലേക്ക് എത്തുന്നവർ, ഡിപ്ലോമാറ്റുകൾ, അതേപോലെ സൈനിങ് അതോറിറ്റി ഉള്ള ആളുകൾ, ഇതെല്ലാം സൂര്യനാണ് സ്വാധീനിക്കുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പ്യുവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. സൂര്യൻ മോശമാകുമ്പോഴാണ് കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റ്, സർക്കാർ ജോലി, ഇതെല്ലാം സർക്കാർ ഡോക്ടർമാർ, സർജൻസ്, അതിൻ്റെ സൂപ്രണ്ട്, അതായത് അതിൻ്റെ ഉയർന്ന ലെവലിലേക്ക് എത്തുന്നത്, ഇതെല്ലാം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അതുപോലെ തന്നെ സൂര്യനെ കൊണ്ടാണ് നമ്മൾ സ്പൈനൽ കോഡ് ചിന്തിക്കുന്നത് പറഞ്ഞു, അബ്ഡോമിനൽ ഭാഗങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു, കാഴ്ച ശക്തി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു, പല്ലും എല്ലും ഒക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അനങ്ങാത്ത ഈ ഭാഗങ്ങളൊക്കെ സൂര്യനാണ് പ്രധാനം. ഈ ഇത് എല്ലിന് അനങ്ങുന്ന ഭാഗങ്ങളൊക്കെ ശനിയുമാണ്. നമുക്ക് ശനി പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ ഈ ദന്തനിരയിൽ തന്നെ മുകളിലത്തെ ഭാഗങ്ങളെല്ലാം സൂര്യനാണ്. ഹൃദയത്തെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഹൃദയത്തിൻ്റെ പമ്പിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഹൃദയം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, എത്ര പേര് നിന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ
തിരിച്ചറിയുന്ന, നമ്മളോട് ബഹുമാനം തോന്നുന്ന, കമാൻഡിങ് പവർ ഉള്ള ആളുകൾ, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയും സൂര്യന് ബലമുള്ളവർക്കാണത് വരുന്നത്. അവരുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കും, അവരുടെ വ്യക്തിത്വം കൊണ്ടായിരിക്കും അവരത് നേടിയെടുക്കുന്നത്. അത് സൂര്യനെ ബലപ്പെട്ടാൽ അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാവും. ഡിസീസുകളെ റെസിസ്റ്റ് ചെയ്യാൻ, അതായത് പ്രതിരോധ ശേഷി നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ മനസ്സിനും ഉണ്ടാവും. പ്രതിസന്ധികളെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ തരണം ചെയ്യാനുമുള്ള കഴിവ് ഉണ്ടാവും. അതുപോലെ തന്നെ റിലീജിയസ് മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബ മഹിമ, ആഢ്യത്വം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, കൾച്ചർ, ഇതിൻ്റെയൊക്കെ ഒരു ആംപ്ലിഫിക്കേഷൻ ഒക്കെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആഠിത്യം എന്നൊക്കെ പറയത്തില്ലേ, ഒരു കുറച്ച് അതിൽ നമ്മുടെ കൾച്ചറിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു നമുക്കൊരു സൂര്യന് ബലമുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു ക്വാളിറ്റി ഉണ്ടാകും, കുറച്ചൊരു എന്താ പറയുക, ഒരു ഉയർന്ന നിലവാരമുള്ള ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറേ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. രാജാവും രാജകീയതയും സർക്കാരും അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട് സൂര്യനെക്കുറിച്ച് പറയാൻ. ഇനിയും സൂര്യൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് പറയാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇവർക്ക് കളിയാക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. അതാണ് ഈഗോ പെട്ടെന്ന് ഹെർട്ട് ചെയ്യും. അത് ഇവരെ കളിയാക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തേത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് സൂര്യൻ മോശമായാലുണ്ടാവും. ഒരു കുറ്റങ്ങളും അക്സെപ്റ്റ് ചെയ്യാതെ തൻ്റെ കുറ്റങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ച് സ്വയം രക്ഷപ്പെടുന്ന വളരെ സെൽഫിഷ്ഡായിട്ടുള്ള ഈഗോയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് സൂര്യൻ വളരെ മോശമായിട്ട് ബലപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് 6-ലോ 8-ലോ 12-ലോ ഒക്കെ നിൽക്കും. അവർക്ക് മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നൊക്കെ അവരെ വേദനിപ്പിച്ച് അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും. സിംഹത്തെ പോലെയാണത്. പെട്ടെന്ന് ടയേർഡാവും. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് പാസ്റ്റിനെ കളഞ്ഞിട്ട് അവർ പ്രസൻറ്റിൽ ജീവിക്കണം. അവരുടെ കാര്യം നോക്കാൻ ഉള്ളൊരു ശ്രമം, എപ്പോഴും അവരോട് കുറച്ച് സെൽഫിഷായിരിക്കും സൂര്യൻ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. സൈക്കോളജിക്കലി കുറച്ച് സെൽഫിഷ് നേച്ചറുള്ളവരായിരിക്കും സൂര്യൻ മോശമായിട്ട് ബലപ്പെട്ടാൽ. സൂര്യന് ബലമേ ഇല്ലെന്നുണ്ടെങ്കിൽ ആത്മബലം കുറയും. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ മെയിൽ ഷോവനിസം, അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ പോലും അവർക്കൊരു ഫെമിനിസം ബൈ പ്രൈഡ്, അതൊരു പ്രൈഡായിട്ട് ഫെമിനിസത്തിൽ ഫിമെയിനായിട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ മെയിലായിട്ട് പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നും. സ്ത്രീകൾ വളരെ മെയിലിനെ പോലെ പെരുമാറുന്നതും വളരെ ആർഗ്യുമെൻ്റ് നേച്ചറും ഒക്കെ ഉള്ളതായിട്ട് കാണും. നിസ്സഹായത വരുമ്പോഴല്ല, സ്വാഭാവികമായിട്ട് തന്നെ അവരെപ്പോഴും കുറച്ച് ഡോമിനേറ്റഡായിട്ട് കുറച്ച് ആർഗ്യൂ ചെയ്യുന്ന നേച്ചറൊക്കെ ഉള്ളവരായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിച്ചു ഇത് പെണ്ണാണോ എന്ന്. അപ്പം അത് സൂര്യൻ ബലപ്പെടുന്നതുകൊണ്ടാണ്. അവരാരെയും അംഗീകരിക്കില്ല. അവരെപ്പോഴും ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഒരു കുറേ ഐഡിയാസ്, സെൽഫായിട്ടുള്ളൊരു ഗവൺമെൻറ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജകീയത, സ്വന്തം രാജ്യം, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ. പിന്നെ സൂര്യൻ്റെ ഒരു പ്രത്യേകത, ഈ 9 ഗ്രഹങ്ങളും സന്യാസം തരുന്നത് പല രീതിയിലാണ്. ഈ 9 ഗ്രഹങ്ങളിലൂടെയും ആധ്യാത്മികതയും സന്യാസവും വരും. അതിനകത്ത് ഋഷികളായിട്ടുള്ളവരെല്ലാം സൂര്യൻ സ്വാധീനിച്ചാണ്. വിശ്വാമിത്രനായിട്ടുള്ള ഋഷി കണ്ടെത്തിയ മന്ത്രവുമാണ് സൂര്യഗായത്രി മന്ത്രം. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷിയും വിശ്വാമിത്രനാണ്. ഗായത്രി മന്ത്രത്തെ നമുക്ക് കാണിച്ചു തരുന്നതും അത് തരുന്ന സൂചനയും സൂര്യനെ കൊണ്ടുമാണ് ചിന്തിക്കുന്നതെന്നും കൂടി ഓർക്കണം. ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സൂര്യൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ നിഴൽ അഭിമാനമാണ്. ആ അഭിമാനം ക്ഷതം വന്ന ഒരു ഹാസ്യരാജാവായി ജീവിക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. സ്വയം നശിച്ചാലും അഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സൂര്യൻ ബലപ്പെടുന്നത്. അത് രാജകീയതയാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ രാജാവിനെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരെ നശിപ്പിച്ചാലും തൻ്റെ സ്വാർത്ഥത നേടിയെടുക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റം ചെയ്താലും അത് സമ്മതിക്കാത്ത ദുരഭിമാനം സൂര്യൻ പിഴയ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ളവരാണ് മിക്കപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് കാരണമാകുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ പലതും, പ്രത്യേകിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾ സൂര്യനെ കൊണ്ടാണ്
ചിന്തിക്കുന്നതെന്നും കൂടി ഓർക്കുക. സൂര്യൻ രാജാവാണ്, സൂര്യൻ അച്ഛനാണ്, സൂര്യൻ മഹാദേവനാണ്. പരാശര മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയനാണ്. ശ്രീരാമചന്ദ്രനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. വാക്ക് പറഞ്ഞാൽ അത് നടത്തിയെടുക്കുന്ന കഴിവുള്ളവരെ എല്ലാം, ലീഡറായിട്ടുള്ള എല്ലാവരും സൂര്യൻ സ്വാധീനിച്ചവരാണ്. വാക്ക് പറഞ്ഞാൽ അത് നടത്തിയെടുക്കാത്തവരും, ചുമ്മാതെ വാഗ്ദാനങ്ങൾ തന്നിട്ട് സ്വന്തം കാര്യം നടത്തിയെടുക്കുന്നവരൊക്കെ സൂര്യൻ പിഴച്ചവരുമാണ്. സൂര്യൻ്റെ സ്വാധീനം പോസിറ്റീവായിട്ടുള്ള അവരുടെ ഉള്ളിലെ സൂര്യ സ്വാധീനത്തെ തിരിച്ചറിയാത്തവരാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരവരുടെ ഉള്ളിലെ സൂര്യ സ്വാധീനത്തെ, അതിനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ മനസ്സിലാക്കി അതിനെ ബലപ്പെടുത്താൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ വ്യക്തിത്വമുള്ളവരായിത്തീരും എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സൂര്യനെക്കുറിച്ച് ഏകദേശ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടും ആത്മകാരകനാണ്, അച്ഛൻ്റെ കാരകനാണ്, പിതൃകാരകനാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ജീവൻ്റെ കാരകനാണ്, മനുഷ്യൻ്റെ ഈഗോയുടെ കാരകനാണ്. മഹാദേവനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, പൗരുഷം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്, അങ്ങനെ കോപ്പർ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ, വളരെ റോയലായിട്ടുള്ള രാജകീയമായിട്ടുള്ള സർക്കാർ ജോലികൾ എല്ലാം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. സൂര്യനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ മന്ത്രങ്ങൾ, ഇതിൻ്റെ പദ്ധതികൾ, മഹാദേവൻ്റെ പദ്ധതികൾ, മഹാദേവ ക്ഷേത്രങ്ങൾ, അതേപോലെ നവഗ്രഹങ്ങളിൽ സൂര്യൻ, അതുപോലെ തന്നെ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ വിഷയങ്ങളും, ഗായത്രി മന്ത്രം അടക്കം എല്ലാം സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ സൂര്യൻ്റെ പരിഹാരങ്ങളുമാണ്. ഓരോ രാശിയിലും ഓരോ നക്ഷത്രത്തിലും ഒക്കെ നിൽക്കുന്നതിനനുസരിച്ച്, മറ്റ് ഗ്രഹങ്ങളുടെ നിൽക്കുന്നതിനനുസരിച്ചുമൊക്കെ ഇതിൻ്റെ വേരിയേഷൻസ് വരും, ക്യാരക്ടർ വേരിയേഷൻസ് വരും. ഇപ്പം രവി ബലപ്പെട്ടാൽ മഹാദേവൻ എന്ന് പറയുന്നെങ്കിലും മറ്റ് പല മൂർത്തികളും, ഭഗവാൻ തന്നെ പല വേരിയേഷൻസ്, മൃത്യുഞ്ജയം പോലെയോ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയായിട്ടോ ഒക്കെ രവിക്ക് മറ്റു പല ഗ്രഹങ്ങളിലെ സ്വാധീനമനുസരിച്ച് കണ്ടെത്തി അത് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ രവി തരുന്ന നേച്ചറിനെ, നമ്മുടെ ഉള്ളിലെ ഫോക്കൽ പോയിൻ്റ്, മനസ്സിൻ്റെ ഫോക്കൽ പോയിൻ്റായിട്ട് രവി തരുന്ന സൂചനകളെ മനസ്സിലാക്കുകയും നമുക്ക് ജീവിതം ഭംഗിയാക്കി മാറ്റുകയും ചെയ്യാം. നമ്മൾ ആദിത്യനെക്കുറിച്ച് പഠിച്ചു. ആദിത്യൻ അച്ഛനാണെങ്കിൽ, രാജാവാണെങ്കിൽ, നമ്മൾ ഇനിയും പഠിക്കുന്നത് സോമനെക്കുറിച്ചാണ്. അത് മദർ നേച്ചറാണ്, അമ്മയാണ്, രാജ്ഞിയാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.